ടൈം ലാപ്സ്, മോഷൻ ലാപ്സ്, സൂപ്പർ സ്ലോ മോഷൻ, അതുപോലെ പല ടൈപ്പ് വീഡിയോസും ഫോട്ടോസും എടുക്കാൻ പറ്റുന്ന വ്ളോഗേഴ്സിന് വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസും ഒരുപാട് കണക്ടിവിറ്റി ഓപ്ഷൻസുമുള്ള 4K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന പോക്കറ്റിൽ ഒതുങ്ങുന്ന ഒരു കൊച്ചു കിടിലൻ ക്യാമറയാണ് ഈ DJI Pocket 2. ഇപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഈ DJI Pocket 2ൻ്റെ ആക്റ്റീവ് ട്രാക്കിംഗ് ഫീച്ചറാണ്. ആക്റ്റീവ് ട്രാക്കിംഗ് ഫീച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ ഫേസിനെ റെക്കഗ്നൈസ് ചെയ്തിട്ട് എൻ്റെ ഫേസിനെ തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ എങ്ങോട്ട് മൂവ് ചെയ്താലും എൻ്റെ ഫേസിനെ ഫോളോ ചെയ്യും. ഇപ്പോൾ ഈ ഒരു ക്യാമറയുടെ ഫീൽഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഞാനിപ്പോൾ നമ്മുടെ DJI Pocket 2നെ തൊടുന്നില്ല, ജോയ്സ്റ്റിക്കിൽ തൊടുന്നില്ല. അല്ലാതെ തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ഫേസിനെ ഡിറ്റക്ട് ചെയ്തിട്ട് എന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. ഈ ക്യാമറയുടെ ബാക്കിലോട്ട് ഞാൻ പോവുകയാണെന്ന് വെച്ചോളൂ. ഇപ്പോൾ എൻ്റെ ഫേസ് ക്യാമറയ്ക്ക് ലോസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ അതിന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഞാൻ പുറത്തോട്ട് വരുന്ന സമയത്ത് എൻ്റെ ഫേസ് പിന്നെയും സ്ക്രീനിൽ വരുന്ന സമയത്ത് എന്നെ പിന്നെയും അത് ട്രാക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളൊരു വ്ളോഗർ ആണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു ക്യാമറയാണ് DJI Pocket 2. പല ടൈപ്പ് വീഡിയോസും ഫോട്ടോസും എടുക്കാൻ പറ്റുന്ന ഒരുപാട് കണക്ടിവിറ്റി ഓപ്ഷൻസുമുള്ള പോക്കറ്റിൽ ഒതുങ്ങുന്ന ഒരു ക്യാമറയാണ് ഈ DJI Pocket 2. ഇതിൻ്റെ അൺബോക്സിങ്ങും കോൺഫിഗറേഷനും ഫീച്ചേഴ്സും എല്ലാം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ക്യാമറ വെച്ചെടുത്ത ഡെമോ വീഡിയോസും ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ ഗൈസ്, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അൺബോക്സിങ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് DJI Pocket 2ൻ്റെ ക്രിയേറ്റർ കോംബോ പാക്കേജാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആവശ്യം വരുന്ന ഒരുപാട് എക്സ്ട്രാ ആക്സസറീസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഈ ക്യാമറയിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, ഈ ഒരു പാക്കേജിന് ചുറ്റും ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് റാപ്പ് പോലെ ഉണ്ട്. അതാണ് ഞാനിപ്പോൾ ഈ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതുവരെ ഈ ഒരു ബോക്സ് തുറന്നിട്ടില്ല. ഈ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ്. കണ്ടില്ലേ? ഇനി നമുക്കിത് തുറന്നു നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ DJI Pocket 2ൻ്റെ ബോക്സ് തുറന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, എല്ലാം നല്ല കോമ്പാക്റ്റ് ആയിട്ടാണ് പാക്ക് ചെയ്ത് വന്നിരിക്കുന്നത്. സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പാക്ക് ചെയ്യുന്നത്. നമുക്കിതിൻ്റെ ഓരോരോ പാർട്സായിട്ട് പുറത്തെടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട്. ഇതൊരു ചെറിയ പ്ലാസ്റ്റിക് പോലത്തെ ഒരു കവറിനകത്താണ് വരുന്നത്. നമുക്ക് തുറന്നു നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ ക്യാമറ പ്ലസ് ആ ക്യാമറയുടെ കവർ. നമുക്കിതിൽ നിന്ന് ക്യാമറയെ പുറത്തെടുക്കാം. ഇച്ചിരി ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, കണ്ടില്ലേ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്യാമറ. സൈസ് ഇത്രയേ ഉള്ളൂവെങ്കിലും ഇതിനകത്തില്ലാത്ത ഫീച്ചേഴ്സ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് വ്ളോഗേഴ്സിന് പറ്റിയ ക്യാമറ എന്ന് പറയുന്നത്. ഈ ഒരു ക്യാമറ ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ടുള്ള ക്യാമറ ആണല്ലേ. അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ തന്നെ ഒരു പ്രത്യേക കേസും കൂടെ വരുന്നത്. ഈ ഒരു ക്യാമറ ഈ ഒരു കേസിനകത്ത് വെച്ചിട്ട് ഈ കേസ് നമുക്ക് ബാഗിനകത്ത് ഇടുകയോ പോക്കറ്റിനകത്ത് ഇടുകയോ എങ്ങനെ വേണോ നമുക്ക് എവിടെ വേണോ കൊണ്ട് നടക്കാം. ഈ ഒരു ക്യാമറയുടെ ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ 3 ആക്സിസ് ജിംബലാണ്. നിങ്ങൾ ഓടിക്കൊണ്ട് വീഡിയോ എടുത്താലും വീഡിയോയിൽ ഷേക്ക് ഒന്നും ഉണ്ടാവത്തില്ല, സ്റ്റേബിൾ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ക്യാമറയുടെ 4 സൈഡും മൈക്രോഫോൺസ് ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫ്രണ്ടിലോട്ട് ക്യാമറയെ ഫേസ് ചെയ്ത് വെച്ചിട്ട് ബാക്കിൽ നിന്ന് സംസാരിക്കുന്നതും എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. ഫീച്ചേഴ്സിലോട്ടും ഡെമോ ക്ലിപ്സിലോട്ടും പോകുന്നതിന് മുമ്പ് ഈ ഒരു പാക്കറ്റിനകത്തുള്ള ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് ബോക്സിലോട്ട് തിരിച്ചു വരാം. ഇതിനകത്ത് വേറെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, വേറൊരു ചെറിയ ബോക്സ് ഉണ്ട്, അത് തുറന്നു നോക്കാം. ഓക്കെ, ഒരു ചെറിയ പ്ലാസ്റ്റിക് റാപ്പ് ഉണ്ട്. ഓക്കെ, ഈ കാണുന്നത് ഒരു സ്പോഞ്ച് പോലത്തെ ഒരു മാഗ്നറ്റിക് അറ്റാച്ച്മെൻ്റ് ആണ്. ഇത് ക്രിയേറ്റർ കോംബോ പാക്കേജിൻ്റെ കൂടെ കിട്ടുന്ന മൈക്കിൻ്റെ അറ്റത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു മാഗ്നറ്റിക് അറ്റാച്ച്മെൻ്റ് ആണ്. അത് നമുക്ക് മൈക്ക് എടുക്കുമ്പോഴത്തേക്കും നോക്കാം. വേറെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, പിന്നെ ഒരു പ്ലാസ്റ്റിക് റാപ്പ് ഉണ്ട്. ഓക്കെ, ഈ കാണുന്നത് ഒരു വൈഡ് ആംഗിൾ ലെൻസാണ്. നമ്മുടെ ക്യാമറയുടെ ഫ്രണ്ടിൽ മാഗ്നറ്റിക് ആയിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വൈഡ് ആംഗിൾ ലെൻസാണ്. ഇത് നമുക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് നോക്കാം. ഇനി ബാക്കി എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, പിന്നെ ഒരു റാപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ക്യാമറയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ. ഇതെന്ന് പറയുന്നത് ഒരു ജോയ്സ്റ്റിക് പ്ലസ് ബട്ടൺ കോംബോയാണ്. ഇത് നമ്മുടെ ക്യാമറയുടെ ഫ്രണ്ടിലെ ഈ ഒരു ഭാഗത്ത് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ക്യാമറയെ കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് അതിലേക്കും തിരിച്ചു വരാം. ബാക്കി എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിനകത്തിപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാം എടുത്ത് പുറത്ത് വയ്ക്കാം, എന്നിട്ട് നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കാം.
ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണുന്നത് ഒരു സ്ട്രാപ്പാണ്. ഇതിൻ്റെ ഒരറ്റം നമുക്ക് ക്യാമറയിൽ കണക്ട് ചെയ്യാൻ പറ്റും, മറ്റേ അറ്റം നമുക്ക് കയ്യിലും കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ക്യാമറ നമ്മുടെ കയ്യിൽ നിന്ന് പോയാലും താഴെ വീഴത്തില്ല. സോ ക്യാമറ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഈ സ്ട്രാപ്പ് കണക്ട് ചെയ്യുക. പിന്നെ ഈ കാണുന്നത് ഒരു USB കേബിളാണ്. ഇതിന് 2 എൻഡ് ഉണ്ട്. അപ്പോൾ നമ്മുടെ മൈക്കും ക്യാമറയും ഒരേ സമയം പവർ ബാങ്ക് വെച്ച് ചാർജ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു കേബിളിൻ്റെ അഡ്വാൻറ്റേജ്. ഇനി അടുത്തത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഈ കാണുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അഡാപ്റ്ററാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ടൈപ്പ് C അഡാപ്റ്ററാണ്. അപ്പോൾ ടൈപ്പ് C പോർട്ട് ഇല്ലാത്ത ഫോണിലോട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കൺവേർട്ടർ യൂസ് ചെയ്ത് കണക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇതിനകത്തുള്ള എന്താണെന്ന് വെച്ചാൽ ഇതൊന്നുമില്ല, ഒരു സിലിക്ക ജെല്ലാണ്, നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഉള്ളത് നമ്മുടെ ആപ്പിൾ ഡിവൈസസിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡാപ്റ്ററാണ്. കണ്ടില്ലേ, ഇപ്പോൾ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് അല്ല ഒരു iOS ഡിവൈസാണുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കണക്ടർ വെച്ചിട്ട് ആപ്പിളിൻ്റെ ഡിവൈസിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ കുഞ്ഞ് ബോക്സിനകത്തുള്ളത്. ഇനി ഇതിൻ്റെ മെയിൻ ബോക്സിനകത്ത് വേറെ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. ഒരു ചെറിയൊരു ബോക്സ് ഉണ്ട്. അതിനകത്ത് കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്, സ്റ്റിക്കേഴ്സ് ഉണ്ട്. വേറെയും കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ മാനുവലും വാറണ്ടിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്കിത് തൽക്കാലത്തേക്ക് മാറ്റി സൂക്ഷിച്ച് വെക്കാം. വേറെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇത് ഒരു ട്രൈപോഡാണ് കേട്ടോ. നമ്മുടെ ക്യാമറയുടെ താഴെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൊച്ചു ട്രൈപോഡാണ്. ഇത് നമ്മൾ ടൈം ലാപ്സ്, മോഷൻ ലാപ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് ശരിക്കും യൂസ്ഫുള്ളാണ്. ഇനി നമുക്ക് നമ്മുടെ ബോക്സിനകത്ത് ഒരു ചെറിയ സാധനം കൂടെ ഉണ്ട്. ഈ കാണുന്നത് നമ്മുടെ ക്യാമറയുടെ ഒരു വയർലെസ് മൈക്കാണ്. ക്യാമറയിൽ തന്നെ കുറച്ച് ഇൻബിൽറ്റ് മൈക്രോഫോൺസ് ഉണ്ട്. അതുകൂടാതെയാണ് ഈ ഒരു മൈക്കും കൂടെ വരുന്നത്. ഈ ഒരു മൈക്കിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്യാമറയിൽ നിന്നും ഇച്ചിരി ദൂരം മാറി നിന്നാണ് സംസാരിക്കുന്നതെങ്കിലും നമ്മുടെ വോയിസും വീഡിയോയും കറക്റ്റായിട്ട് കിട്ടും. ഇതിൻ്റെ അറ്റത്ത് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന നോയ്സ് റിഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ ആദ്യം അൺബോക്സ് ചെയ്തത്. അത് ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനെ വയ്ക്കാവുന്നതാണ്. അപ്പോൾ കാറ്റടിച്ചാലും നോയ്സ് ഒന്നും ഉണ്ടാവത്തില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതുപോലെ നിങ്ങളിപ്പോൾ ഈ കാണുന്ന വീഡിയോയുടെ ഓഡിയോ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് ഈ കാണുന്ന വയർലെസ് മൈക്രോഫോൺ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ക്യാമറയിൽ നിന്ന് ഞാൻ എത്ര ദൂരം ബാക്കിലോട്ട് മാറി നിന്നാലും ഏതൊക്കെ ഡയറക്ഷനിലോട്ട് നിന്നാലും നിങ്ങൾ ഈ കാണുന്ന വീഡിയോയിൽ എൻ്റെ വോയിസിൽ വ്യത്യാസം വരത്തില്ല. പിന്നെ ഈ ക്രിയേറ്റർ കോംബോ പാക്കേജിലെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് വരുന്ന സാധനമാണ് ഈ ഡു ഇറ്റ് ഓൾ ഹാൻഡിൽ. ഈ കാണുന്ന സാധനമാണ് ഡു ഇറ്റ് ഓൾ ഹാൻഡിൽ. ഇത് നമുക്ക് നമ്മുടെ ക്യാമറയുടെ അടിയിൽ കണക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു സാധനം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയ്ക്ക് വയർലെസ് കേപ്പബിലിറ്റി കിട്ടുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഫോണിലോട്ടൊക്കെ വയർലെസ് ആയിട്ട് തന്നെ കണക്ട് ചെയ്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ അടിയിൽ ഒരു ട്രൈപോഡ് കണക്ടറുണ്ട്. അപ്പോൾ നമ്മൾ ഈ പാക്കേജിൻ്റെ കൂടെ കിട്ടുന്ന ട്രൈപോഡ് ഇതിൻ്റെ താഴെ കണക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു ട്രൈപോഡ് തന്നെ വേണമെന്നില്ല, നമ്മുടെ കയ്യിലുള്ള വേറെ ട്രൈപോഡ് ആണെങ്കിലും ഇതിൻ്റെ താഴെ കണക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. ഇനി നിങ്ങൾക്ക് ഡു ഇറ്റ് ഓൾ ഹാൻഡിൽ വേണ്ട, എന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറ ട്രൈപോഡിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടും ഒരു അഡാപ്റ്റർ അവൈലബിൾ ആണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ DJI Pocket 2 ക്രിയേറ്റർ കോംബോ പാക്കേജിനകത്തുള്ളത്. നമുക്കിനി ഇതിനെ ഓൺ ചെയ്ത് കോൺഫിഗർ ചെയ്ത് ഇതിൻ്റെ ഓരോരോ ഫീച്ചേഴ്സായിട്ട് നോക്കാം.